ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. വീണ്ടും ഒരു വിഷുക്കാലം വന്നിരിക്കുകയാണല്ലോ അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സന്തോഷമാണ്. പടക്കവും കൈനീട്ടവും അതുപോലെ തന്നെ പുത്തൻ വിഷുക്കോടികളും പിന്നെ ധാരാളം എന്താ പറയുക കളികളും ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാലമാണ് വിഷുക്കാലം. കാരണം ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഭഗവാനെ കണി കണ്ട് അടുത്ത ഒരു വർഷത്തിന് വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് പ്രകൃതി പോലും വളരെ മനോഹരമായ മഞ്ഞ നിറത്തിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള മഞ്ഞ നിറം എന്ന് മാത്രമല്ല സ്വർണ്ണ നിറത്തിലുള്ള കണിക്കുന്ന പൂവുകൾ വിരിയിച്ചുകൊണ്ട് ഈ വഴിനീളെ അല്ലെങ്കിൽ നാട് നീളെ ഭഗവാൻ നമുക്ക് കണി ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ പ്രകൃതി തന്നെ കണി ഒരുക്കിയിരിക്കുന്നു. പലതരം ഫലങ്ങളും പലതരം പഴങ്ങളും ഒക്കെ ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാലമാണ് ഈ വിഷുക്കാലം. ചക്കപ്പഴവും മാമ്പഴവും ഒക്കെ മരങ്ങൾ നിറച്ച് മാവിലൊക്കെ നിറച്ച് മാങ്ങയും അതുപോലെ പ്ലാവിലൊക്കെ നിറച്ച് ചക്കയും ചക്കപ്പഴവും അങ്ങനെ ഇനി അതുകൂടാതെ ഒരുപാട് നല്ല നല്ല ഫലങ്ങളൊക്കെ അങ്ങനെ പ്രകൃതി തന്നെ നമുക്ക് വേണ്ടി ഒരു കണി ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പോൾ കണിക്കുന്ന കൃഷ്ണൻ്റെ അതിമനോഹരമായ രൂപത്തിന് മുമ്പിൽ കണിക്കുന്ന പൂവുകളും അതുപോലെ സമൃദ്ധിയുടെ പ്രതീകമായിട്ടുള്ള ഫലങ്ങളും പുഷ്പങ്ങളും ഒക്കെ നിറച്ച് വെച്ചുകൊണ്ട് നാണയങ്ങളും വിത്തുകളും അരിയും നെല്ലും അതുപോലെ വാൽക്കണ്ണാടിയും കസവുമുണ്ടും ഒക്കെ വെച്ചുകൊണ്ട് ഭഗവാനെ കണി കണ്ട് ഒരു നല്ല വർഷത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഒരു നല്ല വിഷുക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു. വിഷു കുട്ടികൾക്ക് വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. കാരണം പടക്കമൊക്കെ നിറച്ച് പൊട്ടിക്കാം. അതുപോലെ അവധിയായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കളിച്ച് തിമിർത്ത് ആ ഒരു സന്തോഷം ആണ് കുട്ടികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ ധാരാളം കൈനീട്ടമൊക്കെ കിട്ടും. വേണ്ടപ്പെട്ടവരൊക്കെ ഇഷ്ടംപോലെ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇഷ്ടംപോലെ പൈസയൊക്കെ അവർക്ക് കൈനീട്ടമായിട്ട് കൊടുക്കും. അപ്പോൾ അതെല്ലാം വാങ്ങി അവരിങ്ങനെ സന്തോഷിക്കുന്ന ഒരു സമയം. അപ്പോൾ വിഷുക്കാലം എന്തുകൊണ്ടും ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു സമയം തന്നെയാണ്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും വിഷു ആശംസകൾ. ഹാപ്പി വിഷു, ഹാപ്പി day to all. Hare Krishna.